नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय. അടുത്ത അധ്യായത്തിൽ ആ അനിലകണ്ഠനായി ഭഗവാൻ മാർക്കണ്ഡേയ മഹർഷിക്ക് അനുഗ്രഹം കൊടുക്കുന്നതായ അതിഗംഭീരമായ രംഗം. സൂതമുവാച സംസ്തുതോ ഭഗവാനിർത്ഥം മാർക്കണ്ഡേയേന ധീമതാ നാരായണോ നരസഹപ്രീത ആഗമൃഗോത്വകം. ശ്രീഭഗവാനുവാച ഭോഗോ ബ്രഹ്മർഷിവന്യാസീ സിദ്ധാത്മസമാധിന മയി ഭക്താനവായിന്യാ തപസ്വാധ്യായ സംയമേ വയം ദേവരിതുഷ്ടാസ്മദുത്ബൃഹത്പ്രതചര്യയാ പരം പ്രതീച്ച ഭദ്രം ദേവരദേശാദവീപ്സിതം. ഋഷിരുവാച ജിതം ദേവദേവേശ പ്രപന്നാർത്തിഹരാച്യുത പരേണൈതാവതാലം നോ യദ്ഭവാൻ സമദൃശ്യത ഗൃഹീത്വാ ജാതയോ യസ്യാ ശ്രീമത്പാദാന്തദർശനം മനസാ യോഗഭക്വേന സ ഭവാൻ മേക്ഷഗോചര അദാപ്യംബുജപത്രാക്ഷാ പുണ്യശ്ലോകശിഖാമണേ ദക്ഷ്യേ മായാം യയാലോകസ്സവാലോ വേദസദ്ഭിദം. സൂതൗവാച ഇതീഡിതോർച്ചിത കാമം ഋഷിണാ ഭഗവാൻ മുനെ തദേതി സ്മസ്മയൻ ഭാഗാൻ പ്രകൽപ്യാശ്രമമാശ്രിത തമേവ ചിന്തയന്നർത്ഥം ഋഷിസ്ത്വാശ്രമയേവ സ വസന്നഗ്നിർകസോ മാം ഭൂഭൂവായുഹിതയതാത്മസു ധ്യായൻ സർവത്ര ജഹരിം ഭാവദ്രവ്യേന പൂജയൽ കുജൽ പൂജാം വിസസ്മാര പ്രേമ പ്രസര സംവൃത തസ്യേകദാ ഭൃഗുശ്രേഷ്ഠ പുഷ്പഭദ്രാതടേ മുനേ ഉപാസീനസ്യ സന്ധ്യായാം ബ്രഹ്മൻ വായുരഭൂന്മഹഃ തം ചണ്ഡശബ്ദം സമുദീരയന്തം പലാഹകാഹന്വഭവങ്കരാളാം അസ്തസ്തവിഷ്ണാ മുമുജുസ്തടിഭീഷണന്തപുച്ഛൈഃ അഭിവർഷധാര തതോ വിദൃശ്യന്ത ചതുസ്സമുദ്രാ സമന്തദക്ഷ്മാതലമാഗ്രസന്താ സമീരവേഗോർമ്മിഭിः ഉഗ്രനക്രമഹാഭയാവർത്തഗഭീരഘോരാ അന്തർബഹിത്യാവിരതിദ്യുവിദ്ധരൈ ശതക്രതാഭീരുപതാവിദം ജഗൽ ചതുർവിധം വീക്ഷ്യ സഹാത്മനാ മുനിർ ജനാകൃതംഷ്മാ വിമനാതമപ്രസൽ തസ്യൈവമുദ്ദീക്ഷതൗർമ്മിഭീഷണ പ്രഭഞ്ജനാഗുർമിതവാന്മഹാർണവ ആപൂര്യമാണോ വർഷദ്ഭിരംബുരൈ ക്ഷ്മാമഭ്യതാദീപവർഷാദ്രിഭിः സമം സക്ഷ്മാന്തരീക്ഷം സദിവം സഭാഗണം ത്രൈലോക്യമാസീൽ സകദിഗ്ഭിരാപ്ലുതം സ ഏക ഏവോർവരിതോ മഹാമുനി ബഭ്രാമ വിക്ഷിപ്യ ജടാജടന്തവൽ ക്ഷുദ്രുത്പരീതോ മകരേ സ്തിമിംഗിലൈ ഉപദ്രുതോ വീജിനപസ്വദാഹത തമസ്യ ബാലേ പതിതോ ഭ്രമൻ ദിശോ നവേദഗംഗാന്തപരിശ്രമേക്ഷിത ക്വചിദ്ഗതോ മഹാഭക്തേതരണൈസ്താഡിത ക്വചിൽ യഥോഭിർഭക്ഷിരേ ക്വാവി സ്വയമന്യോ നഗാദിഭിः ക്വചിച്ചോഹം ക്വചന്മോഹം ക്വചൽ ദുഃഖം സുഖം ഭയം ക്വചിന്മൃത്യുമവാപ്നോതി വ്യാജാദിവിരുദ്ധാർത്തിത അയുധായുധവർഷാണാം സഹസ്രാണി ശതാനി ച വ്യധീയോ ഭ്രമരത്തസ്മിൻ വിഷ്ണുമായാവൃതാത്മനാ സകദാചിൽ ബ്രഹ്മദം തസ്മിൻ പൃഥിവ്യാകഗുദിദ്വിജ നിഗ്രോധബോധം ദദൃശേ ഫലവല്ലവശോഭിതം പ്രാഗുത്തരസ്യ ശാഖായാ തസ്യാഭിദൃശേ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ. മഹാമരതകശ്യാമം ശ്രീമദ്മദജപങ്കജം കമ്പുഗ്രീവം മഹോരസ്കം സുനാസം സുന്ദരഭ്രുവം
ശ്വാസൈജ തളകാപാദം ഗംഭുശ്രീകർണദാടിമം പിതൃഭാമര പിതൃമാധരഭാശേഷശ്ചോണായുധസുതസ്മിതം പത്മഗർഭാരുണാവാങ്കം ഹൃദ്യഹാസാവലോകനം ശ്വാസൈജർവലി സംവിഘ്ന നിമ്നനാടിനലോദരം ചാർവങ്കുലിഭ്യാം പാണിഭ്യാം പുന്നീയ ചരണാംബുജം മുഖേ നിധായ വിപ്രേന്ദ്രോ ദയന്തം വീക്ഷ്യസ്മിതം തദ്ദർശനാദ് വീരപരിശ്രമോ മുദാ പ്രോദ്ഫുല്ലഹൃത്പത്മവിലോചനാംബുജ പ്രഹൃഷ്ടരോമാദ്ഭുതഭാവസംഗീത ദൃഷ്ടും പുരസ്തം പ്രസസാരബാലകം താവശ്ചിരോർവൈ ശ്വസിതേന ഭാർഗവസ്വം തശരീരം അശുഭോ യഥാ വിശൽ തത്രാപ്യതോ നിസ്തമജഷ്ട കൃഷ്ണശോ യഥാ പുരാ മുഹ്യദീപ വിസ്മിത ഗംരോധസീവഗണാനദ്രിസാഗരൻ ദീപാൻ സവർഷാൻ ഗഗുവസുരാസുരൻ വനാനി ദേശാൻ സരിതപുരാകരാൻ ഖേടാൻ പ്രജാനാശ്രമവൃത്തയ മഹാന്തിഭൂതന്യതഭൂതിരന്യസൗ കാലം ജനാനായുഗകൽപകൽപ്പനം യൽക്കിഞ്ചിതന്യൽ വഹവാരകാരണം ദദർശ വിശ്വം സദിവാവഭാസിതം ഹിമാലയം പുഷ്പവകാഞ്ജനാം നദീം നിജാസമം തത്ര ഋഷീന പശ്യൽ വിശ്വം വിപശ്യൻ ശുചിതാശിശോർവൈ ബഹിർനിരസ്തോ നിപതല്ലയാബ്ദൗ തസ്മിൻ പൃഥിവ്യാഗഹുതി പ്രരൂഢം പടഞ്ച തത്പർണപുടേശയാനം തോകം ച തത്പ്രേമസുധാസ്മിതേന നിരീക്ഷിതോഹംഗ നിരീക്ഷണേന അതദം ബാലകം വീക്ഷണേത്രാഭ്യം ദൃഷ്ടിരം ഹൃദി അഭ്യയാദതി സംക്ലിഷ്ടപരീക്ഷത്വമദോക്ഷജം താവത്സ ഭഗവാൻ സാക്ഷാൽ യോഗാദീശോ ഗുഹാശയ അന്തർധതേഷേ സദ്യോ യഥേഹാനീശലം വിദ തമന്വതവടോ ബ്രഹ്മൻ സലിലം ലോകസംപ്ലവ വിരോധായുഷണാദ്യസ്യ സ്വാശ്രമേ പൂർവവൽ സ്ഥിത. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായ ദ്വാദശസ്കന്ധേ മായാദർശനം നാമ നവമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഇനി എന്റെ പരീക്ഷത്തിനായിക്കൊണ്ട് ഇനി ഒന്നും പറഞ്ഞു കൊടുക്കാനില്ല എന്നൊരു തോന്നലെത്തി. ഏതൊരു പരീക്ഷിത രാജാവാണോ, ഏതൊരു മരണഭയത്തെ കൊണ്ട് ഈ 7 നാളുകളായി ഈ ഒരു ഭാഗവത അമൃതത്തെ കേട്ടപ്പോഴും അദ്ദേഹം പുറകെ പറയുന്നത് നമുക്ക് കിട്ടും. അഹം ബ്രഹ്മ പദം ധാമ. ഞാൻ ആരായി മാറിയിരിക്കുന്നു. 7 ദിവസങ്ങളെ കൊണ്ട് ഈ ശ്രീമദ് ഭാഗവതത്തെ കേട്ട് അതിനെ അനുസന്ധാനം ചെയ്ത് അതിനെ ധാരണയിൽ ഉറപ്പിച്ച് ഞാനിതാ നിരന്തരം ആ ഭഗവത് പാദത്തെ കണ്ടുകൊണ്ട് ഒരു അണുപോലും ഇടമുറിയാതെ കണ്ട് എനിക്ക് സാധിച്ചു ഒരുപാട്. ആ ഒരു തൃപ്തിയാണ്, ആ ഒരു കൃതാർത്ഥതയാണ് ആ ശിശുപരബ്രഹ്മ ഋഷിയുടെ മുന്നിൽ സാധിക്കുക. നമുക്ക് ഏതെങ്കിലും ഒരു യജ്ഞത്തിൽ വെച്ചിട്ട് നമുക്ക് സാധിക്കണം സജ്ജനങ്ങളെ. എനിക്ക് എൻ്റെ ഗുരുവായൂരപ്പനെ കിട്ടിയിരിക്കണം. എനിക്ക് ഈ ലോകത്തിൽ മറ്റൊന്നും ഈ മെറ്റീരിയൽ ലൈഫിൽ എനിക്ക് ആവശ്യമില്ലായി. എനിക്ക് എൻ്റെ ഭഗവാന്റെ പാദത്തെ അഹം നാഹം തവംഘ്രികമലം ക്ഷണാർദ്ധമപി കേശവാ തെക്തും സമത്സുഖേനാഥ. സാധിക്കണില്ലല്ലോ എനിക്ക്. ഈ ഉദ്ധവൻ പറഞ്ഞതുപോലെ ഓരോരോ ഭക്തനും പറഞ്ഞതുപോലെ എനിക്ക് എൻ്റെ ഗുരുവായൂരപ്പനെ വിടുന്ന സാധിക്കുന്നില്ല. ഈ മാധുര്യോ വിമധുരം എന്നുള്ള ആ മധുരത്തെ നുകർന്ന് എനിക്ക് ഇനിയും ഈ കണ്ണുകളെ കൊണ്ട് യാതൊന്നു കാൺമകതു നാരായണ പ്രതിമ യാതൊന്നു അറിയാനെ കേൾക്കതോ നാരായണ ശ്രുതികൾ. ഇങ്ങനെ നമുക്ക് സാധിക്കും. ഈ ഒരു യജനത്തിലൂടെ ഈ ഒരു സാമർത്ഥ്യം നമ്മൾ നേടി. ആര് വിളിച്ചാലും 7 ദിവസം ഞാനിപ്പോ പോയിട്ടല്ലോ, അതുപോലെ 7 ദിവസമല്ല, ഇനി എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും ഈ ഭഗവതർപ്പണമാക്കി മാറ്റാൻ വീണ്ടും വീണ്ടും ആ മാർക്കണ്ഡേയ മഹർഷിയുടെ മുന്നിൽ നാരായണനില കരാരവിന്ദേന പദാരവിന്ദം. നമ്മൾ കണ്ടു ആ ആലിലക്കണ്ണനായി അവതരിച്ചിട്ട് വീണ്ടും നമ്മുടെ മുന്നിൽ
ഈ ലോകത്തിൽ നിങ്ങൾ എന്നെ കുട്ടികളി പോലെ ആനന്ദിക്കൂ, എന്നോടൊപ്പം നിങ്ങൾ രമിക്കൂ. പ്രഹ്ലാദനെ പോലെ കുചിദ്രുതതി വൈകുണ്ഠ ചിന്താശവളചേതന കുജിൽ ഹസതി തച്ചിന്താഹ്ലാദ ഉദ്ഗായതി കുജിൽ. നിങ്ങൾ കാഴ്ചകൾ കണ്ടിട്ട് നാരായണനെ ഓർക്കാൻ നിൽക്കേണ്ട, അറിയാതെ ഗദ്ഗതം ഇങ്ങനെ നിരന്തരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആ 10ാമത്തെ അധ്യായത്തിൽ പിന്നീട് ആ 18 പുരാണങ്ങളുടെ ആചാര്യന്മാരെയും സൂചിപ്പിച്ചിട്ട് പിന്നീട് 60 സൂര്യരഥ മണ്ഡലത്തെ കുറിച്ച് പറഞ്ഞ് ആ എന്നെന്നും ഇതിന്റെ സകല വിഭൂതികളും ഞാൻ ത്യജിച്ച് ബ്രഹ്മത്തിലേക്ക് മടങ്ങിക്കഴിഞ്ഞ ഹേ ഉദ്ധവ, ഹേ പരീക്ഷത്തെ, ഗുരുവായൂരപ്പൻ പറഞ്ഞിരിക്കണം, ഇന്നും നമുക്ക് പ്രത്യക്ഷ നാരായണനായിട്ട് സൂര്യഭഗവാനായിക്കൊണ്ട് മുന്ന ഗുരുവായൂരപ്പൻ നമ്മെ ഓരോരുത്തരെയും തഴുകിക്കൊണ്ടിരിക്കുന്നു. എപ്രകാരത്തിൽ ആ മനസ്സിനെ ശുദ്ധമാക്കി കഴിഞ്ഞാൽ കണ്ണാടിയിൽ നിന്നും പ്രതിബിംബം പോലെ ആ ഭഗവാനെങ്കിലേക്ക് പരസ്പരം വിധാമ, ആ പരസ്പരം നമുക്ക് പകർന്നു ആടാൻ വേണ്ടി സാധിക്കണം. ആ കൃഷ്ണ ജീവിതം എന്ന് ഭാഗവതം കാട്ടിത്തരും. അങ്ങനെ ഏറെ കുറെ ആ ഭാഗവതം ആ തിരുനക്കരപ്പന്റെ ഒരേ വൃക്ഷ കൊണ്ട് നമുക്ക് ഇപ്രാവശ്യം കൂടെ കൂടാൻ സാധിച്ചു. എന്തെന്ത് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്യാൻ ഈ ഒരു അകത്തിരിക്കുന്ന ആ ഉന്നത ഗുരുവായൂരപ്പന്റെ പ്രേരണയാകുന്ന ശക്തി നമുക്കൊക്കെ ഉണ്ടായിരുന്നു.